അവരോട് ഞാൻ ഒന്നും പറഞ്ഞാൽ അവരെയൊന്നും മാറ്റല്ലെന്ന്. കാരണം അവരാണ് എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ നടത്തിയത്. കാരണം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 2-3 മാസം സോഷ്യൽ മീഡിയ തുറന്നാൽ എന്നെ മാത്രം എൻ്റെ വികൃതമായ രൂപങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എൻ്റെ കണ്ണൊക്കെ തളിച്ചിട്ടുള്ളതാണെങ്കിലും എൻ്റെ പടം മാത്രം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. രണ്ടാമത് സെൻട്രൽ ഗവൺമെൻറ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നതല്ല. Wayanad landslide is very unfortunate. It has happened. Now the government is going to study in detail. A techno-legal study we are going to study, and we will go for the investigation also what happened in what are the reasons behind the accident. Then second thing is that we will check the construction company is there are some conditions from the Environment Department of the central government, whether they are obeying these conditions or not. We will check it. So till then the work is stopped? Yeah, then only the work will start. And as I said yesterday, the Disaster Management Authority chairman in the Wayanad and the Wayanad district collector has issued an order in 20th of last month to remove all this soil stock from there. But unfortunately, these contractors, they have not taken any action to remove the soil. Number two, the PWD minister directed the PWD secretary. And PWD secretary and other engineers went to this place and they checked. They also warned the concerned parties, contractors, to the possibilities for a disaster. Sir, CM, ഞാനൊന്നും പറയാം, പരിശോധിക്കും, എന്നിട്ടേ വർക്ക് തുടരുള്ളൂ. CM, coming back to Wayanad, so two studies you're saying, one to understand what really happened right now, Yeah. and the other, basically whether the company has flouted any environmental rules. Yes. Environmental directions from the Environment Department, Central Environment Department, when they have given this clearance, they have directed that more than 50 conditions are there. We have to check that. Yesterday Minister Siddique had said this is a man-made disaster. It was not a natural one. You had also said That was a preliminary report. Anyway, we will check whether there was a landslide. Anyway, this landslide and this stock of soil multiplied the impact of the accidents. Sir, on the compensation and what is the latest numbers as far as death or missing people are concerned? 3 persons died and 5 persons are still missing. There are 2 NDRF team, police and fire force are there. They are trying to, now the road is cleared. Even then we were not able to find out the missing persons. ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു, മറ്റ് മന്ത്രിമാരും പറഞ്ഞു. അപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടും അത് അവിടെ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം അത് ആ ജില്ലാ ഭരണകൂടത്തിനു കൂടി ഉള്ളതല്ലേ? അവരുടെ ഭാഗത്തു നിന്ന് കൂടി മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല. അല്ല, അത് അവരാവശ്യപ്പെടുകയും അത് ഞാനൊരു ചോദ്യത്തിന് മറുപടി അവർ റിപ്പീറ്റ് ചെയ്ത് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് PWD കൂടി ആവശ്യപ്പെട്ടിട്ട് ചെയ്തില്ല. അപ്പോൾ മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതരമായ പാളിച്ച ഉണ്ട്, നീക്കം ചെയ്യാത്തതിൽ. അതല്ലേ പരിശോധിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ അതിൻ്റെ അകത്ത് പ്രതികളെ കണ്ടെത്താനൊന്നും ശ്രമിച്ചില്ലല്ലോ. ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ ലെറ്റ് ദം
ലെറ്റ് ദം ഇൻവെസ്റ്റിഗേറ്റ്. ഞാൻ കയറി മുൻകൂട്ടി ആരാണ് കുറ്റക്കാരെന്നൊന്നും പ്രഖ്യാപിക്കാൻ പാടില്ലല്ലോ. ഈ കാലാവസ്ഥ അധികൃതർ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തോട് ആ മണ്ണ് നീക്കം ചെയ്യാം, അതിനൊരു സ്ഥലം കണ്ടെത്തി തരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് 25-ാം തീയതി ചേർന്ന യോഗത്തിൽ പരിഗണിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതൊന്നും വേണ്ട, അതൊക്കെ അന്വേഷിക്കട്ടെ. ഏ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ല എനിക്ക് ഞാൻ മറുപടി പറയണ എന്തിനാ? നിങ്ങളൊക്കെ എന്തെല്ലാം വാർത്തകൾ ഇതുപോലത്തെ എന്തെല്ലാം വാർത്തകൾ നിങ്ങളെല്ലാവരും കൊടുത്തു, എന്തെല്ലാം വാർത്തകൾ. ഓഹരി കൈമാറ്റം നടത്തിയില്ലേ, സതീശനും ബദാനിയുമായിട്ട് ബന്ധമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ചാനലിലൊക്കെ ഉൾപ്പെടെ എല്ലാവരും വന്ന് വൈകുന്നേരം പറയണ്ടല്ലോ. I have made it very clear. This is a stand of the government. This is a stand of the cabinet. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ തലയിൽ മുണ്ടിട്ട് പോയാൽ മതി. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും. അത് മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ചല്ലോ. ഈ ഗവൺമെന്റ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങളിത് ഞാൻ പറയട്ടെ. നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് സർക്കാരിൻ്റെ പുറകെ നടക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഊതി വീർപ്പിക്കുകയാണ്. നിങ്ങൾ ഇല്ലാത്ത അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താ അല്ലല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം അങ്ങനെ അത്രേ ഉള്ളു. ചേട്ടൻ എന്നെ ഇനി ദേശാഭിമാനി വീണ്ടും വായിപ്പിക്കല്ലേ. ഞാൻ കറക്റ്റായിട്ട് മറുപടി പറയാം. എല്ലാ ദിവസവും അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. ഞാൻ ഓരോരുത്തരെ ഞാൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രി ആവുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു? എനിക്ക് പോലും അറിയില്ലായിരുന്നു. ചുമ്മാ ഇതെല്ലാം എനിക്കറിയാം ഇത് എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നതെന്ന്. ചില ചാനലുകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതാരാണ് ഇത്തരം ഗൂഢാലോചന നടത്തുന്നതെന്നൊക്കെ നന്നായി അറിഞ്ഞ് അത് നന്നായി ആസ്വദിച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ ഈ കൊടുത്ത വാർത്തകളൊക്കെ കണ്ട് ഞാൻ നിശബ്ദനാണ് മറ്റാണെന്നൊക്കെ നിങ്ങൾ പറയും, ആസ്വദിച്ചിരിക്കുക. ഞാനതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്, തൻ്റെ ഇടത്തോടു കൂടി നിങ്ങളോട് ചോദിച്ചത്, ഈ സർക്കാർ എന്ത് തെറ്റാണ് ഈ വിഴിഞ്ഞം പോർട്ടിൽ ചെയ്തതെന്ന്. ഒരു മറുപടി ഉണ്ടായില്ലല്ലോ ഒരാൾക്കും. ഇനി വേണമെങ്കിൽ ചെന്നിരുന്നിട്ട് എന്ത് വേണേലും പറഞ്ഞോ. പിന്നെ ഞാനാണ് ഇപ്പോൾ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചത് ഞാൻ ഒറ്റയ്ക്കാണോ? ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തത്? ഒന്ന് ചോദിച്ചേ. ആ ചോദ്യത്തിനൊന്നും മറുപടി പറ. ഏഷ്യാനെറ്റിന്റെ ലേഖനം ആ ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ പറയാണ്. അല്ലാതെ നോ ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റയ്ക്കെടുത്തതെന്ന് പറ. ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ്.